പ്രതിഷേധം തുടർന്ന് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ എന്നതാണ് വാർത്ത. ഐക്യരാഷ്ട്രസഭ പുലർത്തുന്ന മൗനം നാണക്കേടാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. പാക് അധിനിവേശ ജമ്മു കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് പ്രഖ്യാപിച്ച് പ്രതിഷേധക്കാർ രംഗത്ത് വരികയും ചെയ്തു. പാകിസ്ഥാൻ കശ്മീരിൽ കുറേ പണിപ്പെട്ടു നോക്കിയതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. അവരെന്താണോ ചെയ്തത് അത് അവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കർമ്മ ഇസേ ബൂമറാങ്. പാകിസ്ഥാൻ ഓർത്താൽ നന്ന് വാർത്തയിലേക്ക്. ഒരു മാസത്തിലേറെയായി പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നടക്കുന്ന പ്രതിഷേധത്തെ കണ്ടിൽ നിന്ന് നടിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിനെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിഷേധക്കാർ വിമർശിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മൗനം നാണക്കേടെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. പാക് അധിനിവേശ ജമ്മു കാശ്മീർ പാക് ഭരണത്തിന്റെ ഭാഗമല്ലെന്ന നിലപാടാണ് പ്രതിഷേധക്കാരുടേത്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സന്നദ്ധ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നിരോധനത്തെ തുടർന്നാണ് ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. പാക് സൈന്യത്തെ രംഗത്തിറക്കിയാണ് സർക്കാർ പ്രക്ഷോഭത്തെ നേരിട്ടത്. 70-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ 200ഓളം പേർ കൊല്ലപ്പെട്ടതായി പ്രക്ഷോഭകർ പറയുന്നു. പാക് ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും മുക്തരാക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് പ്രക്ഷോഭകർ. സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാമെന്ന പാക് ഭരണകൂടത്തിന്റെ ശ്രമം വിലപ്പോകില്ലെന്നും സമരക്കാർ പറയുന്നു. ഭാരതത്തിന്റെ സഹായവും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.